ജപ്പാനിൽ ശക്തമായ ഭൂചലനത്തിൽ 13 മരണം, നിരവധി പേർക്ക് പരിക്കേറ്റു. തെക്കൻ ഭാഗത്തുള്ള കുമാമോട്ടോ മേഖലയിലാണ് ഈ ഭൂചലനം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 6.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. സമീപ പ്രദേശങ്ങളിൽ നിരവധി തുടർ പ്രകമ്പനങ്ങളും റിപ്പോർട്ട് ചെയ്തു. അയോൺ മാൾ എന്ന ഷോപ്പിംഗ് കേന്ദ്രം പൂർണ്ണമായും തകർന്നു വീണു. നിരവധി പേർ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങി കിടക്കുന്നതായാണ് വിവരം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഭൂചലനത്തെ തുടർന്ന് ജപ്പാനിൽ സുനാമി മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അജയ് സുധാബി തുടരുന്നു. അജയ്, വലിയ ഭൂകമ്പമാണ്, ഭൂചലനമാണ്. 13 മരണം ഇതിനകം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പക്ഷേ മരണസംഖ്യ ഉയരാനുള്ള സാധ്യത എന്താണ്? ഏറ്റവും പുതിയ സാഹചര്യം? രഞ്ജിത്ത്, മരണസംഖ്യ ഉയരാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഇപ്പോൾ ജപ്പാനിൽ നമുക്കറിയാം, അവിടെ തുടർച്ചയായിട്ട് ഭൂചലനങ്ങൾ അതുപോലെ അതിൻ്റെ തുടർ പ്രകമ്പനങ്ങൾ എല്ലാം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവിടെയുള്ള കെട്ടിടങ്ങളെല്ലാം ഭൂരിഭാഗവും അതിനനുസരിച്ചാണ് നിർമ്മിക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് അയോൺ മാൾ എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് കേന്ദ്രം പൂർണ്ണമായിട്ട് തകർന്നു വീഴുകയാണ് ഉണ്ടായത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ അതിൻ്റെ ചില ഭാഗങ്ങൾ നേരത്തെ കണ്ടിരുന്നു. അപ്പോൾ ഇത്തരമൊരു ഷോപ്പിംഗ് മാൾ പൂർണ്ണമായിട്ടും തകർന്നു വീണതാണ് മരണസംഖ്യ ഇത്രയധികം ഉയരാൻ കാരണമായത്. 13 പേർ ഈ കെട്ടിടത്തിനകത്ത് കുടുങ്ങി മരിച്ചതായിട്ട് നിലവിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനിയും നിരവധി പേർ ആ കെട്ടിടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് വിവരമുള്ളത്. 100-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കുറേ പേരെയൊക്കെ ഇവിടെ നിന്ന് രക്ഷിച്ചതായിട്ടാണ് വിവരം. ഏതാണ്ട് 20ഓളം ആളുകളെ അവിടെ നിന്ന് സുരക്ഷിതമായി രക്ഷിച്ചിട്ടുണ്ട്. ഇവരെ എല്ലാം ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. കുമാമോട്ടോ എന്ന് പറയുന്ന ഈ ജപ്പാന്റെ തെക്കൻ മേഖലയാണ് ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. ആദ്യം 7.1 എന്ന തീവ്രതയാണ് രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ US-ന്റെ ഒരു കോസ്മോളജി അതിൻ്റെ ഒരു കണക്ക് പ്രകാരം 6.8 എന്നുള്ള തീവ്രതയിലുള്ള ഒരു ഭൂചലനമാണ് നിലവിൽ ജപ്പാനിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിനെ തുടർന്ന് ഇപ്പോൾ സുനാമി മുന്നറിയിപ്പ് മേഖലയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 മണിക്കൂർ ജാഗ്രത പുലർത്തണം എന്ന് തന്നെയാണ് നിർദ്ദേശമുള്ളത്. ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.